അത് ഞാൻ സമ്മതിക്കില്ല. നീ എന്നെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന കാശ അതെടുക്കല്ലേ ഭാസ്കരേട്ടാ. നിന്റെ സംഭവം നടക്കോടി. അത് കൊണ്ടുപോകല്ലേ ഭാസ്കര. എന്താണ്ട ഇവിടെ ആര് തുണിപ്പൊക്കണ കണ്ണട വെളുപ്പംകാലത്ത് ഇവിടെ നിൽക്കണേ? പോടാ പോടാ. അവിടെ നിക്ക് ഒന്നത്താ. കുറച്ച് ദിവസമായിട്ട് എവിടെയായിരുന്നു? ഗമ്മുന് പോറാൻ പറ. എന്താടാ മുഖത്ത് നോക്കാത്തെ? എന്തിനാ തല്ലണത്? ഒരുപാട് നാൾ കൂടിയാ ഉമ്മക്കുട്ടി ഇവിടെ വന്നത്. നീ അവളെ ഓടിച്ചതിന്. ഞാൻ ഓടിച്ചൊന്നുമില്ല. വേണ്ട, നീ ഒരു മണ്ടനായി പോയല്ലോ. അവങ്ങെല്ലാം പഠിച്ച പിള്ളികടാ. ഒറ്റയ്ക്കായി പോകണ എൻ്റെ വിഷമം സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞാണമ്മ. ഇന്ന് നിറയെ ജീവിക്കാനുണ്ട്, നിറയെ അനുഭവിക്കാനും ഉണ്ട്. கடைசியில் யோசித்து பார்த்தா இதெல்லாம் ஒரு தமாஷா இருக்கும். அது எதையும் யோசிக்காம போய் வேலையை பாரு. என்ன மாலினி, ഭാസ്കർ എനിക്കും പ്രശ്നം പണ്ണാനാ? കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാനുള്ളായിരുന്നു അമ്മാളെ. കാശായിട്ടില്ല. അപ്പോഴാ കാലത്ത് വന്ന് എന്റെ പേഴ്സ് തപ്പാൻ തുടങ്ങിയ. വേലയാ പോച്ച ഉനക്ക്. നാളെ നീ മുഹമ്മദ് ഡോക്ടറെ കാണിക്ക്. പൈസ ഞാൻ ഏർപ്പാടാക്കി തരാം. ആ 3000 ഉണ്ടോ? 4612 എഴുതി വെച്ചേക്ക്. राजू इधर आ। देख इधर, ऐसे क्यों जोड़ रहे? साहब जी वो जिनिश का काम है। क्लीन करो। हाँ। ജിനേഷേ, നിന്നെ ഞാൻ എന്തിനാ ഇവിടെ പണിക്ക് വെച്ചിരിക്കുന്നത്? ക്ലീനിങ് അല്ലാണ്ട് 24 മണിക്കൂറും വെട്ടി വിഴുകാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. ഇങ്ങനെ മിനിറ്റിന് വിശക്കുന്നവന് പറ്റിയ പണിയല്ലത്. ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ തിന്നരുത്, നിർത്തി ഇന്നത്തോടെ തീറ്റ നിർത്തി പോരെ. ആ അജയ, നീ ആ ചെമ്പകമ്മോളോട് നോമ്പിന്റെ കാര്യം പറഞ്ഞായിരുന്നു? അതവർക്ക് എപ്പോഴേ അറിയാം. അത് കണക്കൂട്ടി അവരെന്തെല്ലോ പരിപാടി ഇട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എല്ലാരും അറിയുന്നുണ്ട് കേട്ടോ. എന്താടി നീ പെണ്ണുങ്ങളുടെ കുടിക്കാൻ പറ്റി അടി വാങ്ങിയില്ലേ? നാണം ഉണ്ടോടാ? കഴുത. ശരിക്കും അവളെ പിടിച്ചടാ. ഇവിടെ പോത്തിന് ഒറ്റയ്ക്ക് മറച്ചിട്ട് കാര്യം പറയാൻ ആർക്കും പറ്റില്ല. ഒരു പെണ്ണിനെയും ചെയ്തിട്ടപ്പോഴത്തേക്കും അത് ലോകം മുഴുവൻ പാട്ടാ. ഇവിടെ ഈ കാര്യത്തൊരു കുഞ്ഞും കൂടി ഇല്ല. നാട്ടുകാർ മുഴുവൻ പറഞ്ഞോണ്ടിരിക്കണേ. ഞാനൊന്നുമില്ല. ആ ചലിച്ച ഇവിടെ കുടുംബശ്രീക്കാരെ മീറ്റിംഗിൽ വരെ നിന്റെ കാര്യം ചർച്ച. അവളവരെടുത്തൊക്കെ പറഞ്ഞു. അവിടെ ഒരു ചായരോ അതിരും കുട്ടി കുട്ടണ്ട. വിരൽ തുമ്പും ചുംബിക്കും നിമിഷത്തിൻ ചിറകടി. ഒരുത്തി പോയാൽ മറ്റൊരുത്തി നോക്കണം, അല്ലാതെ പിന്നെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അതിന് നീ ഇങ്ങനെ ചൂടായാലോ? വീടും കുടുംബം ഇല്ലാത്തവരൊക്കെ തെണ്ടികളാ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരി അൻവരെ, നാളെ ഞാൻ പോവാണേ. ഓ, കണക്കൊക്കെ റെഡിയാച്ചാ? അതൊക്കെ റെഡിയാണ്. ഏപ്രിൽ ഒരു 15 ദിവസത്തെ കാറ്ററിംഗിന്റെ കൂടി ചേർത്തുണ്ട് കേട്ടോ. നിനക്ക് 1 മാസം റെസ്റ്റടാ.
ആ ശരി. ഇനി ഞാൻ നോമ്പ് കഴിഞ്ഞേ വരുള്ളൂ. ഇൻഷാല്ലാ. എൻ്റെ വക പള്ളിക്ക്. പോട്ടടാ. എന്നാ ശരി. ജലജെടുത്തി നിക്ക്, ഞാനും വരുന്നേ. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. ചായ നല്ല ചൂടാ இருக்குல்ல, കുടിച്ചുക്കോ. நல்ல ചായ. நல்லா இருக்கா? அம்மா, ജയനെ നീ ഗവനിக்கிறதுണ്ടാ? ഓ ഇല്ലമ്മേ, അവൻ എപ്പോഴും എന്നോട് ഓരോ വഴക്കാ. ഓ അതൊന്നും സാരമാക്കണ്ട. അവൻ പാവുവാ, സ്നേഹമുള്ളവനാ. யாரோடையாவது கவனம் கிடைக்கணும்னு பண்ற வேலையாக்கும் இது. എനിക്കറിയാം. என் உமா கூட அவனை കുറേ കളിപ്പിച്ചു. അതും പറഞ്ഞ് എല്ലാവരും അവനെ മക്കാറാക്കുന്നുണ്ടായിരുന്നു. അവനുക്ക് ആരുമില്ല, അതോടെ വലിയ അവനുള്ളിലുണ്ട്. കൊഞ്ചം പാസം പോതും അവനെ നേരെയാക്കാൻ. പറഞ്ഞതെല്ലാം ചെയ്യും. ആനാ ചിന്ന വലി പോതും വേണ്ടാതെ യോസന വர்றதுக்கு. ഒന്ന് എണീക്ക്. അവിടുന്ന് കരച്ചിൽ കേൾക്കുന്നു അമ്മാളുടെ വീട്ടിൽ നിന്ന്. നീ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്കേ. എന്താ ശിവ? ആ ചെമ്പകമാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് കൂടെ വന്നേ. ഭാസ്കരേട്ടാ, ഒന്ന് വേഗം നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. എന്താ കാര്യം? അവിടുന്ന് എന്തോ കരച്ചിൽ കേൾക്കുന്നു. നിങ്ങളൊന്ന് വന്നേ. നീ ഒന്ന് ചുമ്മാ നടക്ക് ശിവ. പാതിരേക്ക് മനുഷ്യൻ ആരാന്നറിയില്ല. പുറകുസ്ഥ നേരെ പോകുന്നുള്ളൂ തോന്നിയാ. ചേട്ടാ ഫോണുണ്ടോ കയ്യില്? വെള്ളം കൊടുത്തേ. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? സാറേ, കൈപ്പുഴ പാലത്തിനടുത്തേ ആ മുരുക കേട്ടറിൽ അമ്മാളുടെ വെട്ടിട്ടുണ്ട്. ആംബുലൻസ് വിളിക്കാം. ഹലോ, ആംബുലൻസ് സർവീസല്ലേ? ആ കൈപ്പുഴ പാലത്തിനടുത്തുള്ള മുരുക കേട്ടറിങ്. ഒന്ന് വേഗം പറഞ്ഞേ. സാർ, താനെന്താ ഇവിടെ? സാർ, ഇവിടെ അടുത്താ വീട്. ഇവരിവിടെ ഒറ്റയ്ക്കാണോ താമസം? ഭർത്താവ് വിട്ടിട്ട് പോയതാ. മക്കളില്ല. ബന്ധുവിന്റെ മോൾ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് എന്തോ ജോലി കിട്ടിപ്പോയി. സാറേ, ഇത് ചെമ്പകമ്മയുടെ ഫോണാണ്. ഇതിൽ നിന്ന് അവരുടെ ബന്ധുക്കളെ ചിലരെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇപ്പൊ ആരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ആര് വിളിച്ചത് എന്ത് കാര്യം? ഹലോ, അജയ് വാടാ. എന്താണ്? അഷ്റഫിക്ക അറിഞ്ഞോ? ചെമ്പകമാളാരും വെട്ടിക്കൊന്നു. എപ്പോ? ഇപ്പോ ഞങ്ങളിത് ആംബുലൻസ് കയറ്റി വിട്ടതേ ഉള്ളൂ. അവിടെ ആകെ ചോര കുളിച്ചു കിടക്കും. അല്ലിക്ക അവരാരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അറിയോ? എന്തൊക്കെ ചെമ്പകമാളാരും വെട്ടിന്ന്? അയ്യോ അജയ്, ഇതുവഴി ആരെങ്കിലും ഓടിപ്പോന്നും കണ്ടായിരുന്നോ? വശം കെട്ട് ആരെങ്കിലും കണ്ടാ പിടിച്ചു വെച്ചോളാം എസ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതിൽ ഇവിടെ നിന്ന് പോയി നോക്കാം. നിങ്ങൾ നോക്കിക്കോ. ഭാസ്കരേട്ടാ, നമുക്ക് ആ മുറിഞ്ഞൂടെ പാലത്തിനടിയിലേക്ക് ഒന്ന് പോയി നോക്കാം. എവിടെ? ഹലോ, അന്വരൊന്ന് കൊടുക്ക്. അന്വരെ, നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോര്.
സാർ. എന്താടാ പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. നിന്റെ മോൻ കണ്ടറിയാലോ ടെൻഷൻ ഉണ്ടെന്ന്. ഇതിലിപ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ടടാ. അല്ലേ പോട്ടാ, നീ ഒന്നും മിണ്ടായിരടാ. ഇതിലാരാ? ബാബു ആരാ? കേറിയോ? ഞാനവിടെ പണിയെടുക്കാൻ തുടങ്ങിയ കാലം വല്ല അമ്മാള പാഡേസിലെ ഇഡ്ഡലി സപ്ലൈ ചെയ്യാറ്. പണ്ടൊക്കെ ഞാൻ ഇഡ്ഡലി എടുക്കാൻ അവരുടെ വീട്ടിൽ പോവാറുണ്ട്. പക്ഷെ എന്നെക്കാ കൂടുതൽ പരിചയം അജയനാ. അവനാ കുറെ കാലമായിട്ട് ഇഡ്ഡലി എടുക്കാൻ പോവാറ്. സാധാരണ ഞാൻ ചെല്ലുമ്പോൾ ഇഡലിയുടെയും ചട്നിയുടെയും പാത്രം പുറത്തിരിപ്പുണ്ടാവും. ഞാനത് എടുത്തുകൊണ്ട് വരും. എന്നോട് വലിയ വർത്താനൊന്നും പറയാറില്ല. കുറച്ചാൾ മുമ്പ് ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ പുറത്ത് ഇഡലി പാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിനകത്ത് കയറി നോക്കിയപ്പോൾ ചമ്പാമ്മ ഇഡലി ഇന്ന് ഇഡ്ഡലി ഇല്ല, ചമ്മന്തി ഇല്ല. എന്ത് പറ്റിയത്? ഇതെല്ലാം കേൾക്കുന്നതൊക്കെ നീ ആര്? നിന്നെ ഞാൻ ഈ വീട്ടുകളിൽ വിട്ടത്? പോടാ 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 വെളിയെ. ചമ്പാമ്മ ഇഡലി ഇല്ലാതെ ചെന്നാ അൻവർക്ക് ചീത്ത പറയും. കച്ചവടം നടക്കണ്ടേ? നിങ്ങളിങ്ങനെ രാവിലെ ഇഡ്ഡലി ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോയി ഉണ്ടാക്കാനാ? സ്ഥിരം ആൾക്കാരുള്ളതാ. ഇഡ്ഡലി ചട്നി എല്ലാം വീട്ടുക്ക് വെളിയെ. ഇത് ഞാൻ വീട്. ഇവിടെ യാര് വരണം യാര് പോണം ഞാൻ തീരുമാനിക്കണം. പോടാ 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 വെളിയെ. പിറ്റേ ദിവസം മുതല് ഇഡലി എടുക്കാൻ പോവാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അൻവർക്ക സമ്മതിച്ചില്ല. എന്നിട്ട് കാപ്പി കുടിക്കുന്ന കാപ്പി കുടിച്ചിട്ട് പോവാണ്ട. വാ മോനെ, വാടാ. അതിൽ പിന്നെ അവരെന്നോട് ഒരുപാട് വർത്തമാനം പറയുമായിരുന്നു. അവർക്കതൊക്കെ കേൾക്കാൻ ഒരാളിരുന്നാൽ മതി. ഒറ്റയ്ക്ക് അതിൻ്റെ വിഷമം പറച്ചിലായിരുന്നു എപ്പോഴും. പിന്നെ പിന്നെ അതും മാറി അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ പറയാൻ തുടങ്ങി. അത് പറയുമ്പോ 1000 നാവായിരുന്നു അമ്മയ്ക്ക്. ഞാൻ ഉണ്ടാക്കുന്ന ഇവിടെ ரொம்ப ருசியா இருக்கும். അത് വായില പോട്ടാലേ അവിടെ അലിഞ്ചു പോയിടും. നാട്ടിലത്തെ കാര്യമൊക്കെ പറയുമ്പോ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ നാട്ടുകാർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അടിയും വെട്ടും. എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ അമ്മ മരിച്ച കാര്യം. അവരുടെ ചെറുപ്പത്തില് നാട്ടിലെന്തോ ജാതിക്കാർ തമ്മിൽ അടിയുണ്ടായപ്പോഴാ അമ്മയെ കൊന്നത്.
അവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നതാ. പിന്നെ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഇവിടെ എത്തിയപ്പോഴാ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയതെന്ന് എപ്പോഴും പറയുമായിരുന്നു. എന്നാലും അവർക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. கடைசியில் இது மாத்திரம் தான் பாக்கி இருக்கு. இதில் இப்போ யாரும் இல்லை, எல்லாரும் இனி நான் கூட மரிச்சா வாரி அள்ளி கிடைச்ச ஸ்நேகம் பாசம் எல்லாம் ஒரு சின்ன ஆகிரகம் கொண்டு நஷ்டப்பட்டு ஆசைப்பட்ட ஆள் கூட வாழணுங்கிற ஆசை. ஆனால் அதுவும் நடக்கலை. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഒരാളോട് നിനക്ക് ഇഷ്ടം തോന്നിയാ அந்த ஆள் നിന്നെ തിരിച്ച് നേസിക്കുന്നതെന്ന് தெரிஞ்சா പിന്നെ இந்த உலகம் முழுவதும் எதிர்த்தாலும் நீ அந்த நேசத்தை கைவிடக்கூடாது. அப்படி செஞ்சா இந்த வாழ்நாள் முழுக்க ஏங்கி கடைசியில் நீ உயிரற்ற உடலை வாழ வேண்டியிருக்கும். ഇത് നിൽക്കുന്നത് ജിനീഷ് ആരാ? കയറി വാടോ. ഞാൻ വാ കയറി വാ. സാറേ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. പെട്ടെന്ന് കുടിച്ചിട്ട് വാടോ, കയറി വാടോ. സാർ തന്നോടല്ലേ പറഞ്ഞു കയറി വരാൻ? ആ സാർ സാർ ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട് സാർ. താനിത് പറയാൻ തുടങ്ങിയിട്ട് 7-8 മാസമായല്ലോ സാർ. നിങ്ങളത് തോന്നിയ പോലെ കളിച്ചാൽ എങ്ങനെയാണോ? കേസ് ക്രൈംബ്രാഞ്ചിന് പോയി നല്ല പ്രഷറുണ്ട്. ഇവന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ആരെങ്കിലും കയറി പ്രതിയാക്കാൻ പറ്റുമോ? തൽക്കാലം നമുക്കൊരു ഹെൽമെറ്റ് പരിപാടി നടത്തിയാലോ സാറേ? പൊക്കോടോ സാർ. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക, ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. കൊലപാതകം നടന്നിട്ടിപ്പോ 1 വർഷം കഴിഞ്ഞു. ലോക്കൽ പോലീസ് അന്വേഷിച്ച് പറ്റാത്തോണ്ടാ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. സോ യു ഹാവ് ടു ക്ലിയർ ദ മെസ് ആസ് വെൽ ആസ് പോസിബിൾ. ഓക്കെ സർ, ഓൾ ദ ബെസ്റ്റ്. നാട്ടുകാർക്ക് മുഴുവൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലാണല്ലോ വിശ്വാസം. കാര്യങ്ങൾ തീരുമാനിക്കുന്ന സോഷ്യൽ മീഡിയ അല്ലേടോ. പോലീസ് നീതി പാലിക്കുക, ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക. ഞങ്ങൾ ഈ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്തുണ്ടെങ്കിലും സാറിനെ കാണാതെ ഞങ്ങൾ ഇവിടെ പോകില്ല. സാറ് വരട്ടെ, സാറ് വന്നിട്ട് സംസാരിക്കാം. ഞങ്ങൾക്ക് പറയാൻ എന്ത് കാണാനോട് ഇവന്മാർ നിൽക്കുന്നത്? അവർക്ക് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്താ പ്രശ്നം? സാർ ഇത് കണ്ടോ? ചെമ്പകമാൾക്ക് നീതി കിട്ടാൻ വേണ്ടി ജാഥ നടത്തിയതിന് ഈ പോലീസുകാർ എനിക്ക് തന്ന സമ്മാനം. ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ തല്ലുകൊണ്ട് ജാഥ നയിച്ചോണ്ടാ സാർ ഇവിടെ വന്ന് നിൽക്കുന്നേ. ആ ഓർമ്മ സാറിന് വേണം. ഞാനിപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തരണോ? തരണം സാർ. ചെമ്പകമ്മാളെ കൊന്നവനെ പിടിച്ചു തരണം. സാറിനുമില്ലേ ഒരമ്മ? വീട്ടിൽ ഒരുപാട് ബന്ധുക്കളുണ്ടാവും. ഏതെങ്കിലും ഒരു ദിവസം സാറിന്റെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങേണ്ടി വരില്ലേ? അതൊന്ന് സാർ ഓർത്താ മതി. പെങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞു? അനുരാധ ശ്രീധർ, വക്കീല, പിന്നെ ഈ സമരസമിതിയുടെ കൺവീനറും. ഞങ്ങളിപ്പോൾ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ പെങ്ങളെ, അപ്പോഴേക്കും ഇങ്ങനെ ബഹളം വെച്ചാലോ? സാർ അധികം പഞ്ചാരെന്ന് പറയണ്ട. ക്രൈംബ്രാഞ്ചിന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയാൻ സമയം എടുക്കണ്ട. ഞങ്ങൾ സമരം ചെയ്ത് CBI കൊണ്ടുവരും. വേണമെങ്കിൽ അതിനുവേണ്ടി ഈ കൈയൊടിക്കാനും ഞാൻ റെഡിയാ. അയ്യോ, അതൊക്കെ വേണം. നിങ്ങളൊന്ന് സമാധാനപ്പെട്. ജനങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം സാറേ. ആയിക്കോട്ടെ മാഡം, പക്ഷെ ഇപ്പം ഞാനൊന്ന് അകത്തോട്ട് പോക്കോട്ടെ. മാഡത്തിനെ പിന്നീട് വന്ന് സൗകര്യമായിട്ട് കണ്ടോളാം. രാജീവേ സാർ. ആ പെങ്ങൾ എന്നെ നൈസായിട്ട് അമ്മയ്ക്ക് വിളിച്ചതല്ല കേട്ടത്? ആണോ സാറേ? ആണ്.